ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കാലത്ത് ആക്ച്വലി ഞാൻ ജൂണോനെ അഴിച്ചു വിട്ടു. കാലത്ത് 8:30 ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. അവിടെ ആരോ വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് ഇവനെ അഴിച്ചിട്ട് നോക്കണത്. ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ തന്നെ ചമ്മാനായിരിക്കും, അല്ലെങ്കിൽ ഇതെനിക്ക് അനിയൻ സർപ്രൈസായിട്ട് വാങ്ങി തന്ന ആദ്യത്തെ ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കറിയാൻ പാടില്ല, ചിലപ്പോൾ ഞാൻ ചമ്മും അല്ലെങ്കിൽ ഞാൻ മണ്ടനാവും. എന്താ സംഭവം ചോദിക്കുകയാണെങ്കിൽ, ഞാൻ 8:30 ആയപ്പോൾ എണീറ്റു. 8:30 എണീറ്റ് പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് ഞാൻ അമ്മേനെ ജോലിക്ക് കൊണ്ടാക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ അനിയൻ പറഞ്ഞു, നിനക്ക് ഇവിടെ ഒരു പാക്കേജ് ഇരിക്കുന്നുണ്ട് എന്ന് കേട്ടോ. പാക്കേജ് ഇരിക്കണത് എന്താണെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. ഒരു സാധനം ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല സുഹൃത്തുക്കളെ. അങ്ങോട്ടേക്ക് അടുപ്പിക്കാനും പറ്റില്ല കേട്ടോ. ഓക്കെ, ഇതാണ് ഈ സംഭവം വരണത്. എനിക്കിത് തോന്നുന്നത് ഒരു ഗിത്താറാണ് എന്നാണ് കേട്ടോ. ഇതെനിക്കൊരു ഗിത്താർ ആവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഗിത്താർ ഉണ്ടാകും സുഹൃത്തുക്കളെ. അത് അടിപൊളിയാകും കേട്ടോ. ഇതിൽ പ്രൈസ് കാണുന്നത് 2384 രൂപയാണ് പ്രൈസ് കാണുന്നത് കേട്ടോ. 2384 രൂപ. അപ്പോൾ പോടാ. അവൻ്റെ സാലറിയുടെ പകുതി കാശിന് അവൻ എനിക്കിത് വാങ്ങി തന്നു സുഹൃത്തുക്കളെ. വീഡിയോയുടെ അവസാനം അറിയാട്ടെ എന്താവുന്നു. ഞാൻ ചമ്മോ അല്ലെങ്കിൽ വേറെ എല്ലാവർക്കും വാങ്ങിക്കൊടുത്താണെന്ന്. കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു, ഒരു ഗിത്താർ വാങ്ങാനുള്ള ഒരു സംഭാഷണം. നമുക്കിത് പയ്യെ അൺബോക്സ് ചെയ്യാം. സോ നമുക്ക് ഇത് പയ്യൊന്ന് അൺബോക്സ് ചെയ്യാം സുഹൃത്തുക്കളെ. എന്താ സംഭവം നോക്കാം കേട്ടോ. ഗിത്താർ തന്നെയാണെന്നാണ് എൻ്റെ, അല്ല അതന്നെ ആവല്ലോ, അല്ലാതെ വേറെ സാധനങ്ങളൊന്നും ആവാൻ വഴിയില്ല. കാരണം അതിൻ്റെ ബാക്കിൽ പച്ച ഇംഗ്ലീഷിൽ ഗിത്താർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അടുക്കളയിലത്തെ കത്രികയാണ് എടുത്തിരിക്കണത്. ദൈവം അമ്മ കണ്ടു കഴിഞ്ഞാൽ കൊല്ലു തന്നെ ഈ സാധനം. എന്നാലും അനിയൻ ഇത്രയും സ്നേഹമോ അറിയില്ല കേട്ടോ. അവസാനം അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ്റെ കുഞ്ഞമ്മയ്ക്കും അവൻ്റെ അമ്മായിയുടെ മോനും വാങ്ങി കൊടുത്തതാന്ന് പറയുമ്പോഴാണ് ഈ വീഡിയോൻ്റെ അർത്ഥം അങ്ങോട്ട് മാറിപ്പോവുക. അവൻ ജർമ്മൻ ക്ലാസ്സിന് പോയോക്കാണേ, അതുകൊണ്ട് അവൻ ഇവിടെ ഇല്ല. ഇനി അങ്ങോട്ട് ഇതിവിടെ നിന്ന് പൊളിക്കാം. കുറേ സ്ഥലങ്ങളുണ്ട് ഇത് പൊളിക്കാൻ. അവൻ്റെ പകുതി ശമ്പളം കൊടുത്തിട്ട് എനിക്ക് ഈ സാധനം വാങ്ങിത്തരാനുള്ള ഒരിതും കാണുന്നില്ല. ഇനിയിപ്പോൾ ചേട്ടൻ സ്നേഹം മൂത്തിട്ട് അവൻ വാങ്ങി തന്നതുമാവാം, ഒന്നും പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഞാൻ എന്തായാലും പൊട്ടിച്ച് നോക്കാം. ഗിത്താർന്ന് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. കാരണം 2-3 ദിവസം മുന്നേ ഇതിനെക്കുറിച്ച് സംസാരിച്ചുള്ളൂ നമ്മളെ. ഇതിൻ്റെ ഉള്ളിൽ വേറെ കവറുണ്ടോ? ഞാനൊന്ന് പൊളിക്കട്ടെ. സോ ഇതാണ് സാധനം സുഹൃത്തുക്കളെ. എനിക്ക് ധൃതി കുറച്ച് കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്കിതങ്ങോട്ട് പൊളിച്ചൊന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും നല്ല പാക്കിംഗ് ആയിട്ട് ഏതോ കമ്പനിയുടെ ആണോ വാങ്ങിയിട്ടുള്ളത്? ഇനിയത് ഗിത്താറാണോ? എന്താ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ? ബെല്ലോ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട്. വേഗം വേഗം വേഗം, ഇത് സഹിക്കാനുള്ള ക്ഷമയില്ല. ഇതാണ് സാധനം വരണേ. മോനെ ജൂണോ, അത് എന്തിട്ടാന്ന് മനസ്സിലായോ ജൂണോ? അത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്നിട്ട് തോന്നണേ PlayStation 5? ഇത് എന്തിട്ടാന്ന് തോന്നണേ? അല്ലെങ്കിൽ ഒരു കാറാണെങ്കിലും ഇത് ഇൻസ്റ്റാഗ്രാമിലൊരു ഇതില്ലേ, സൈക്കിളിൻ്റെ രൂപത്തിലൊരു സാധനം ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞ് വയ്ക്കുക, എന്നിട്ട് ഗസ് ചെയ്യാൻ പറയണത്
അല്ലെങ്കിൽ നൈക്കിൻ്റെ ഷൂ ഗിഫ്റ്റ് ഗേൾ ഫ്രണ്ടിന് കൊടുത്തിട്ട് ഗേൾ ഫ്രണ്ട് പറയും ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇത് ഗസ് ചെയ്യും. അപ്പോൾ അവൻ പറയും ഇത് PS5 ഉറപ്പാ എന്ന് പറഞ്ഞാണ് പൊട്ടം കളിക്കണോണേ. ഞാൻ അവനെ കളിപ്പിച്ചതാണ്. ഓക്കെ, ഒന്ന് ദ ഫൈനൽ കട്ടിങ് ഗൈസ്, ലാസ്റ്റ് കട്ടിങ് സെറിമണിയാണ്. ഇപ്പം അറിയാട്ടത് എന്താണെന്നുള്ളത്. യെസ് യെസ്, ഇവിടെ നക്കി കഴിഞ്ഞാൽ കൊല്ലും. പോടാ പോ. ഇത് ഞാൻ ഒറ്റ ഇതിൽ അൺബോക്സ് ചെയ്യാണ്. അനാണ്ടൊക്കെ ചോണോ മാറ നോക്കിയേ, അടിപൊളി. പോടാ പോ. ഇതവിടെ പോയി. അതല്ല വേറെ കൊണ്ടുപോയി എടുക്കുക. ഗൈസ്, ഇതാണ് നമ്മുടെ സർപ്രൈസിങ് ഗിഫ്റ്റ് കേട്ടോ. പൊളിച്ച്. ഇതിവിടെ വയ്ക്കട്ടെ. നോക്കട്ടെ കേട്ടോ. ഇത് എന്നിട്ടത് വയലിനാ. ഈ ഗിത്താറല്ലല്ലോ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത്. ബാൻഡാരി മ്യൂസിക്കൽ ഷോപ്പ്. അയ്യോ എല്ലങ്കി ഒക്കെ ഉണ്ട് ഇതില്. എന്തിനാ എല്ലങ്കി ഒക്കെ? ഇതാണ് ഗൈസ് അനിയൻ്റെ സർപ്രൈസ് ഇത് കേട്ടോ. ഗൈസ്, ഇതാണ് അനിയൻ്റെ സർപ്രൈസ് സാധനം. ഇത് നമുക്ക് വാങ്ങിയതാണോന്ന് വീഡിയോൻ്റെ അവസാനം അവൻ അറിയാട്ടാ. ഇതാണ് ഈ സാധനം. 2500 രൂപയ്ക്ക് കൊള്ളാമെന്നുണ്ട്. എനിക്ക് മ്യൂസിക്കൽ പരമായിട്ടൊരു ഇതില്ല, വെറുതെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു ഇതുണ്ടാവും കേട്ടോ, ചിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് കാണാനില്ല. എന്തായാലും ഇതെനിക്കുള്ളതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അനിയൻ വരട്ടെ കേട്ടാ. അനിയൻ വന്നിട്ട് ചേട്ടൻ വരട്ടെ, എന്നിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് അവനോട് ചോദിക്കാൻ കഴിയും നമുക്കുള്ളത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളതാണോ എന്ന്. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അനിയൻ വന്നിട്ടുണ്ട്. ഈ സാധനം ഒറ്റ ചോദ്യം, ഇത് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തരണതല്ല നീ? അതെ, എന്നോട് ഇത്ര സ്നേഹമുണ്ടോ? എനിക്ക് ഡൗട്ട് അടിച്ചിരുന്നു നിനക്ക് എന്തോ ഒരു ഇത് പന്തുകയുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇത് എടുക്കല്ലേ? ഇതപ്പൊ എനിക്കുള്ളതാ. ക്യാമറ ഓഫ് ചെയ്തോ. ക്യാമറ ഓഫ് ചെയ്തോ. കാര്യമായിട്ടാ, ഞാൻ വെറുതെ വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യണതല്ല. 2600 രൂപ നിന്റെ പകുതി സാലറി ഉണ്ട്. ഓ ശമ്പളം കുറവാണെങ്കിലും അതിനെന്തൊരു ഡയലോഗ് അത്, ശമ്പളം കുറവാണെങ്കിലും സന്തോഷം വരുന്നത്, അങ്ങനെ എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ. അപ്പോൾ ഫൈനലി എനിക്ക് അനിയൻ സർപ്രൈസ് ആയിട്ട് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് സുഹൃത്തുക്കളെ. ഗിത്താറിനുള്ളത് ഗിറ്റാർ വായിക്കാറിയോ നിനക്ക്? തുറന്നാ കാട്ടിയെന്നാ. നീ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാ? എത്ര രൂപ ശരിക്കും? MRP 2600 തന്നെയാ? അതാ വില കുറവുണ്ടോ? ശരിക്കും 3000? 3000 ഉണ്ടോ? അതെ, ഞാൻ 2600 ഇത് കണ്ടേ. ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വിലയാണോ? ഇതാണ് സുഹൃത്തുക്കളെ അവൻ എനിക്ക് സർപ്രൈസ്. ഞാൻ തമാശക്ക് പറയണതല്ല കേട്ടോ കാര്യം. അവൻ 2600 രൂപയോ? അടുത്ത ശമ്പളത്തിൽ കൂട്ടിയാ മതി.
അടുത്തതാ നീ എവിടെ നിന്നൊക്കെ പഠിക്കണേ? ആ അപ്പൊ ഇത് എന്റെ അല്ല, എനിക്കല്ല. അപ്പൊ എനിക്കല്ല, പൊട്ടക്കല്ലേ? ഞാനത് തോളത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കൊണ്ടുപോട്ടാ, ക്യാമറ പിടിക്കാന്ന ഗൈസ്. അങ്ങനെ ഫൈനലി അനിയൻ സമ്മതിച്ചിട്ടുണ്ട്. ഇത് എനിക്കുള്ള അനിയാ അല്ലേ? തമാശ കളിക്കരുത് ചോമന. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒറ്റ വാക്കുള്ളൂ, ക്യാമറ റെക്കോർഡിംഗ് ആട്ടെ, കണ്ണിലേക്ക് അടിക്കണം. റെക്കോർഡിംഗ് ഞാനല്ല ക്യാമറ പിടിക്കണം, കാണാണ്ട് റെക്കോർഡിംഗ്. ഫോൺ ഗോപ്രോ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതും ഇതും പറയാൻ നിൽക്കരുത് കേട്ടാ. സർപ്രൈസ് ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങരുത് കാര്യമായിട്ട്. വാക്ക് പറഞ്ഞ വാക്കാണ് ജോലി. സോ യാ ഗൈസ്, അനിയൻ തന്ന ചെറിയൊരു ഗിഫ്റ്റാണ്. എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. പുതിയ ഗിത്താർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. എന്തെങ്കിലും പരിപാടികൾ നോക്കണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാ. സോ താങ്ക് യു അനിയ. അതിന് പകരം നിനക്ക് എന്താ വേണ്ട? എനിക്ക് സ്നേഹം തന്നാൽ മതിയോ? 2000 അപ്പൊ അതിലൊരു തീരുമാനമായി സുഹൃത്തുക്കളെ. അപ്പൊ 2000 ഇട്ടെന്നാ മതി അല്ലേ? ആ ഹാപ്പി. ആ എനിക്ക് ഞാനും വിചാരിച്ചേ സ്റ്റേറ്റ് വേണം ഗൈസ്. ഓക്കെ.